ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഞാൻ ഐഷാസ് ഷംസ്. എല്ലാവർക്കും എന്താ സുഖം തന്നെയല്ലേ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കൂർക്കൽ മെഴുക്ക് വരട്ടിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കൂർക്കൽ മെഴുക്ക് വരട്ടിയത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് സവോള വേണം, തേങ്ങാക്കൊത്ത് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക്, കരിവേപ്പില കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വേണം. എന്നിട്ട് കൂർക്കൽ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് എന്നുവെച്ചാൽ ഇതൊരു 1/2 കിലോ കുറുക്കളുണ്ടാവും കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഇവിടെ വീട്ടിലെ എരിവ് കുറച്ച് മതി കുട്ടികൾക്ക് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടേ. പച്ചമുളക് കുട്ടികൾക്ക് അത്ര എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ചിക്കൻ ബോക്സൊക്കെ വന്നിട്ട് അവർക്ക് രാവിലൊക്കെ പുണ്ണ് പോലെയല്ല, അപ്പോൾ അത് എരിവ് ഇഷ്ടമല്ല. എന്നിട്ട് അത് ടെൻഷൻ വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടണം കേട്ടോ. ഇവിടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി വരണ്ടേ, ഒന്നും ഇങ്ങോട്ട് ഇതായിട്ട് വരണം, മൂത്ത് വരണം തേങ്ങാക്കൊത്ത് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സവോള ഇട്ടിട്ട് വഴറ്റേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ഇതുപോലത്തെ ഒരു നല്ലൊരു കൂർക്കൽ മെഴുക്ക് വരട്ടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പറഞ്ഞാൽ നമ്മൾ മറ്റേ കൂർക്കൽ വരട്ടിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് നമ്മൾ ക്രഷ് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കൂടുതൽ ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിട്ട് നിങ്ങളുടെ എരിവിന് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ കൂർക്കൽ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോഴുള്ള ഗുണം എന്താ പറയുക, ഇരുമ്പ് ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും. അപ്പോൾ നമ്മൾ അതിനടുത്ത് നിൽക്കുമ്പോൾ പാടൊന്നും കൂടുതൽ ഫ്ലെയിം കൊടുത്തിട്ട് ഇതാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിട്ട് ആ ആവിയിൽ കിടന്നിങ്ങനെ വേവണേ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് ആ ടേസ്റ്റൊക്കെ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളം ഒഴിക്കാൻ പാടില്ല. ചട്ടി ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ ഇതാക്കി വെച്ചപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ശകലം വെള്ളം ഒഴിക്കേണ്ടി വരുമല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കാൻ അധികം ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. തീരെ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ നല്ല ചെറിയ ഫ്ലെയിമിൽ കൊടുത്ത് ഇടയ്ക്കിളക്കിട്ടാണ് വെക്കാറ്.